ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മളിന്ന് പഠിക്കുന്നത് 3ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ഭൂമിയുടെ ചലനങ്ങൾ എന്നതിൽ ഭ്രമണവും പരിക്രമണവും, ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ ഫോൺ വിളിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി പറയാം. ഇതിൻ്റെയൊക്കെ സിമ്പിൾ നോട്ട് ഉള്ള വീഡിയോസ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് SCERT എടുക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആവശ്യപ്പെടുന്നവരുമുണ്ട് ക്ലാസ്സുകൾ, അതുകൊണ്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതൊരു ബോറായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. ആവശ്യമായിട്ടുള്ളവർ ഇത് കണ്ടുപോവുക. അപ്പോൾ 2 കുട്ടികൾ തമ്മിലുള്ള സംസാരം എന്താണ്? ഹലോ ശ്രുതി, ഹാപ്പി ന്യൂ ഇയർ. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? ഹായ് രാഹുൽ, ഇവിടെ ഇന്ത്യയിൽ ന്യൂ ഇയർ ആയിട്ടില്ല. ഇനിയും 5.5 മണിക്കൂർ കൂടി വേണം ന്യൂ ഇയർ ആകാൻ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുള്ളതുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളെ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഭാഗങ്ങളല്ല. ശരിയാ, ഞാനത് മറന്നു. ഇവിടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് മുൻപേ ന്യൂ ഇയർ എത്തുമല്ലോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നൊരു കുട്ടിയാണ് വിളിക്കുന്നത്, ഇന്ത്യയിലുള്ള ഒരാളിനെ വിളിക്കുന്നു. അപ്പോൾ അവിടെ ന്യൂ ഇയർ ആയി. പക്ഷേ ഇവിടെ എന്തില്ല? ന്യൂ ഇയർ ആയിട്ടില്ല. 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ? ഇവിടെ നല്ല തണുപ്പാണ്. വൈകുന്നേരം നേരത്തെ ഇരുട്ട് വീഴും. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്, ഇന്ത്യയിൽ എന്താണ് കാലാവസ്ഥ? ഇന്ത്യയിലെ കാലാവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ നേരത്തെ ഇരുട്ട് വീഴും. അതല്ലേ തമാശ? ഇവിടെ ഇപ്പോൾ വേനൽക്കാലമാണ്. രാത്രി 8 മണി വരെ സൂര്യപ്രകാശമുണ്ടാകും. അപ്പോൾ 2 രാജ്യങ്ങളിലെ 2 രീതിയിലുള്ള കാലാവസ്ഥ, 2 രീതിയിലുള്ള ആ ഒരു രാത്രിയും പകലും അവ തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയ വ്യത്യാസവും അവിടെയുള്ള ഋതുക്കളിലുള്ള മാറ്റങ്ങളുമാണ് സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഭ്രമണത്തെക്കുറിച്ചാണ്. എന്താണ് ഭ്രമണം? അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ചുറ്റി സഞ്ചരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഭ്രമണം എന്ന് പറയാം. അപ്പോൾ ഭ്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ചിത്രം നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ, ഭൂമി എവിടെ നിന്ന് എവിടോട്ടാണ് കറങ്ങുന്നത്? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഇനി ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എങ്ങനെയാണ്? 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്. ചിത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നമുക്കറിയാം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്
തിരിയുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ എവിടെ ഉദിച്ച് എവിടെ അസ്തമിക്കുന്നത്? കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. അപ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്, അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോറിയോലിസ് ബലം, അതിൻ്റെ കോറിയോലിസ് പ്രഭാവം ഉണ്ടാകുന്നതും ഏതിൻ്റെ ഫലമായിട്ടാണ്? ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു ബോക്സിൽ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. ശുക്രൻ, യുറാനസ്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പം നമ്മൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ നമുക്കറിയാം. സൗരയൂഥത്തിൽ പ്രധാനമായിട്ടും 8 ഗ്രഹങ്ങളുണ്ട്. 8 ഗ്രഹങ്ങളിൽ നമ്മുടെ ശുക്രനും യുറാനസും ഒഴിച്ച് ബാക്കി അപ്പോൾ സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിൽ, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അപ്പം നമുക്കറിയാം സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ 8 പേരുണ്ട്. ഈ 8 പേരിൽ ശുക്രനും യുറാനസും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണദിശ എന്ന് പറയുന്നത്. ശുക്രനും യുറാനസിനും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അവയുടെ ഭ്രമണദിശ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ദിനരാത്രങ്ങളെ കുറിച്ചാണ്. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? 24 മണിക്കൂർ. അപ്പോൾ നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ചിലപ്പോൾ ഇങ്ങനെ തരാം, ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് ഇങ്ങനെ തന്നെ തരാം. 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ എത്രയാണ് കറക്റ്റ്? നമ്മൾ പറയും 24 മണിക്കൂർ എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അത് നമുക്കറിയാം. ഭൂമിയിൽ സൂര്യൻ ഇല്ലെങ്കിൽ എന്തില്ല? പ്രകാശമില്ല. ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്ന വേളയിൽ സൂര്യന് അഭിമുഖമായി വന്നാൽ അവിടെ എന്താണ്? അവിടെ പകലാണ്. സൂര്യൻ എതിർദിശയിലാണെങ്കിലോ അവിടെ രാത്രിയാണ്. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രകാശവൃത്തം എന്ന് പറഞ്ഞാൽ? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശവൃത്തം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ലെന്ന് ഈ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കുമ്പം അറിയാം എന്തൊക്കെയാണ്. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും എങ്ങനെയാണ്? അത് ഒരുപോലെയല്ല, അതായത് സമാന്തരമല്ല. ഇങ്ങനെയല്ല വരുന്നത്, മറിച്ച് എന്താണ്? അവിടെ ഒരു വളവുണ്ട്. ഇത് കണ്ടോ? ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും തമ്മിൽ എന്തുണ്ട്? ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്. പ്രകാശവൃത്തവും ഭൂമിയുടെ അച്ചുതണ്ടും. അപ്പൊ ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരം അല്ല. ചിലപ്പോൾ തിരിച്ച് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമാണ് എന്ന് നമ്മളെ തെറ്റിക്കാൻ ചോദിക്കാം. അല്ല, ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ല. ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, രാത്രിയും പകലുമൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ പറയുന്നത് കോറിയോലിസ് പ്രഭാവം, കോറിയോലിസ് ഇഫക്റ്റിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം
കൊറിയോലിസ് ബലമാണ്. അപ്പോൾ കൊറിയോലിസ് ബലത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ്, കൊറിയോലിസ് ബലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഈ ദിശാവ്യതിയാനത്തെ നമുക്ക് എന്തെന്ന് പറയാം, കോറിയോലിസ് പ്രഭാവം എന്ന് പറയാം. അപ്പൊ കോറിയോലിസ് ബലമാണ് സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണം. അതിന് കാരണമാകുന്ന, ഈ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് കോറിയോലിസ് പ്രഭാവം. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം അല്ലെങ്കിൽ ഫെറൽസ് ലാ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഫെറൽസ് ലാ അല്ലെങ്കിൽ ഫെറൽ നിയമം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ എങ്ങോട്ടാ, ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും അത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് ആര് കണ്ടെത്തി, അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഫെറൽസ് നിയമം എന്ന് പറയുന്നു. ഇനി നോക്കിയേ, നമ്മുടെ ചുവടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണമാണ് കാരണം. ഭൂമിയുടെ ഭ്രമണം. അപ്പൊ ഭ്രമണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞല്ലോ സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. അപ്പൊ രണ്ട് അർദ്ധഗോളങ്ങളിൽ, ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. ഇതിന് കാരണമായ നിയമം എന്താണ്, അല്ലെങ്കിൽ ഇതിന് കാരണം, ആ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ്? ആ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, കോറിയോലിസ് പ്രഭാവത്തിലൂടെയാണ്. കോറിയോലിസ് പ്രഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് അടുത്ത് പറയുന്നത് പരിക്രമണത്തെക്കുറിച്ചാണ്, അഥവാ റവല്യൂഷൻ. എന്താണ് പരിക്രമണം എന്ന് നോക്കാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഒപ്പം എന്തുകൂടി ചെയ്യുന്നു? ഒപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇപ്പൊ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഭ്രമണം എന്ന് പറയും. ഇനി ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസങ്ങളാണ്. അപ്പോൾ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്നത്. അപ്പോൾ ഭൂമി ദീർഘവൃത്താകൃതിയുള്ള സഞ്ചാരപഥത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസമാണ്. പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പോൾ ഇതിന് പ്രായോഗിക സമയം, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ
29 ദിവസമായി കണക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 4 വർഷത്തിലൊരിക്കൽ എന്തുണ്ടാകുന്നത്? അതിവർഷം, ലീപ്പ് ഇയർ എന്ന് നമ്മൾ അതിന് പറയും. അതിവർഷം ഉണ്ടാകുന്നത് ആ സമയത്താണ്. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാകുന്നത്. അതുവരെ ഫെബ്രുവരിയിൽ എത്രയേ ഉള്ളൂ? 28 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ലീപ്പ് ഇയർ എന്ന് മനസ്സിലായല്ലോ. 366 ദിവസമുള്ള വർഷത്തെയാണ് നമ്മൾ അതിവർഷം എന്ന് പറയുന്നത്. അത് വരുന്നത് എങ്ങനെയാണ്? ഓരോ വർഷവും അധികമായി വരുന്ന കാൽ വർഷത്തെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്താണ് എങ്ങനെ ഉണ്ടാകുന്നത്? ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കലണ്ടറൊക്കെ തന്നിട്ടുണ്ട്. ഫെബ്രുവരി 2024 ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 29 ദിവസം ഉണ്ടായിരുന്നു. തന്നിരിക്കുന്ന കലണ്ടറിൽ നിന്നും 2024 ഒരു അതിവർഷമാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. 2024 ശേഷം വരുന്ന 5 അതിവർഷങ്ങൾ കണ്ടെത്തുക. അപ്പം നമുക്കറിയാം 4 വർഷം കൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താവും? 5 അതിവർഷം നമുക്ക് കിട്ടും. അപ്പോൾ 2024 കഴിഞ്ഞാൽ അടുത്ത് 2028 അതിവർഷം, പിന്നെ 32 അതിവർഷം വരും, പിന്നെ 36 അതിവർഷം വരും, പിന്നെ 40 അതിവർഷം വരും, പിന്നെ 44, അങ്ങനെ 4 വർഷം കൂടി പോകും. ഇനി നമ്മൾ പറയുന്നത് സൗരസമീപകം അഥവാ സൂര്യോച്ചം. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. സൗര സമീപകം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പെരിഹീലിയൻ എന്നാണ് പറയുന്നത്. പെരിഹീലിയൻ, ചിലർക്കൊക്കെ പെരിഹീലിയൻ എന്ന് പറഞ്ഞാലേ അതറിയാൻ പറ്റത്തുള്ളൂ. സൗര സമീപകം എന്നാണ് പെരിഹീലിയൻ്റെ മലയാളം. അതുപോലെ അബ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ അത് സൂര്യോച്ചമാണ്, അബ്ഹീലിയം. അപ്പോൾ സൗര സമീപകവും സൂര്യോച്ചവും, പെരിഹീലിയനും അബ്ഹീലിയനും. നോക്കാം. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഭൂമിയുടെ സഞ്ചാരപഥം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. സഞ്ചാരപഥം പരിക്രമണ സമയത്ത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്, സൂര്യനെ ചുറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരുന്നത്. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ സൗരസമീപകം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നു. അപ്പം എന്താണ് പെരിഹീലിയൻ അല്ലെങ്കിൽ സൗരസമീപകം എന്ന് പറഞ്ഞാൽ? ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ, അതായത് അതിന് എത്ര സമയമെടുക്കും? 147 ദശലക്ഷം കിലോമീറ്റർ സമയമെടുക്കും. അതായത് സൂര്യനും ഭൂമിയും തമ്മിൽ അടുത്ത് വരാൻ വേണ്ടിയിട്ട്, ഭൂമി സൂര്യനോട് അടുത്ത് വരാൻ വേണ്ടിയിട്ട് എന്താണ്? 147 ദശലക്ഷം കിലോമീറ്റർ എടുക്കും. ആ ഒരു സമയത്ത് അങ്ങനെ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിഹീലിയൻ അഥവാ സൗരസമീപകം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇത് സംഭവിക്കുന്നത് പെരിഹീലിയൻ അല്ലെങ്കിൽ സൗരസമീപകം സംഭവിക്കുന്നത് ജനുവരി മാസത്തിൽ ആണ്. പൊതുവെ ജനുവരി 3 ഈ ഒരു ദിവസം പെരിഹീലിയൻ അഥവാ സൗരസമീപകം ഉണ്ടാകുന്നത് ജനുവരി 3. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത്, ഇനി ഈ സൂര്യനും ഭൂമിയും തമ്മിൽ അകലം കൂടുന്നത് എപ്പോഴാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആകുമ്പോഴാണ്. 152 ദശലക്ഷം കിലോമീറ്റർ. ഇത് ജൂലൈ മാസത്തിലാണ് സംഭവിക്കുന്നത്. പൊതുവെ ജൂലൈ 4 ജൂലൈ 4. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സൂര്യോച്ചം അല്ലെങ്കിൽ അബ്ഹീലിയൻ എന്ന് പറയുന്നു. അപ്പോൾ പെരിഹീലിയനും അബ്ഹീലിയനും നമ്മൾ പറഞ്ഞു. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജനുവരി 3 അബ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താ? ജൂലൈ 4 നടക്കുന്നത്.
ഇനി അതിൻ്റെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ജനുവരിയിലാണ് സൗരസമീപകം എന്ന് പറഞ്ഞാൽ ഭൂമി എന്ത് ചെയ്യുന്നു, സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നു. അതാണ് അത് 147 ദശലക്ഷം കിലോമീറ്റർ ആണ് ഉള്ളത്. ഇനി ഇവിടെ എന്താണ്, ഇനി സൂര്യനും ഭൂമിയും ഏറ്റവും അകലെ വരുന്നത് ഇതാവുമ്പം ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഇവ തമ്മിൽ ഇത്ര അകലമേ ഉള്ളൂ. ഇവിടുത്തെ അകലം ഇത് കണ്ടു, ഇത്ര അകലമുണ്ട്. അതായത് ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഇവിടെയാണ് എന്ത് നടക്കുന്നത്, ജൂലൈ 4 സൂര്യോച്ചം ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. അപ്പോൾ ഭൂമിയുടെ പരിക്രമണ വേഗത എത്ര എന്ന് ചോദിക്കാം. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി SCERT നിങ്ങൾ വായിച്ച് പോവുക തന്നെ ചെയ്യുക. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകുന്നത്. എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാവാൻ പാടില്ല. നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് കാല് വയ്ക്കണേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണവും എന്താണ്? നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസമാണ്. ഭൂമിയും സൂര്യനും തമ്മിൽ അകല വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ഇവിടെ ഒരു കോളത്തിൽ സൈഡിൽ നമുക്കൊന്ന് നോക്കിപ്പോകാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? പുരസരണം അഥവാ പ്രിസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പുരസരണം എന്താണ്? ഇവിടെ 2 രീതിയിൽ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കാം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. അപ്പോൾ ഭ്രമണവും പരിക്രമണവും പോലെ ഭൂമിയുടെ മറ്റൊരു ചലനമാണ് എന്ത്? അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഭ്രമണമാണ് എന്ത്? പുരസരണം എന്ന് പറയുന്നത്. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അപ്പം നമ്മൾ ഭൂമിയിൽ ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്ന 24 മണിക്കൂർ. അതുപോലെ 26,000 വർഷം ചേർന്നിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ ഈ ഒരു പുരസരണം പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പുരസരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. എന്താണ്? 26,000 വർഷം എടുത്താണ് ഒരു വൃത്തം, ഭൂമി ഒരു വൃത്തം എന്ത് ചെയ്യുന്നത്? തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിലാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ത് ചെയ്യുന്നത്? നീങ്ങുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് കണ്ടോ? ഇത് കണ്ടോ? ഇവിടെയാണ്. ഇതാണ് പുരസരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 26,000 വർഷം വേണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് അയനത്തെക്കുറിച്ചാണ്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. എന്താണ് അയനം?
അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചിത്രം തന്നിരിക്കുന്നത് ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ. അപ്പോൾ ഇതിലെന്താണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്കാണ്. ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി വടക്കാണ്. ഇനി നോക്കാം, ബാക്കിയൊക്കെ ഇനി നമുക്ക് താഴോട്ട് പഠിക്കാം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണവേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ അയനം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അയനം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പറയാം, ഇങ്ങനെ പറയാം. എന്ത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയനം. സൂര്യൻ്റെ ഈ ഒരു ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപേക്ഷിക സ്ഥാനം എങ്ങനെയായിരിക്കും? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും അതുപോലെ ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിലും നീങ്ങുന്നതായി കാണാം. അപ്പം ഇതാണ് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും. അപ്പോൾ സൂര്യൻ്റെ അയനം കൊണ്ടാണ് നമ്മുടെ ദിനരാത്രങ്ങളിൽ ആ ഒരു ദൈർഘ്യത്തിൽ വ്യത്യാസം വരുന്നത്. രാത്രി ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ പകൽ കൂടുതലായിരിക്കും. ഈ ഒരു വ്യത്യാസം ചിലപ്പോൾ രാത്രി കുറവായിരിക്കും, പകൽ കൂടുതലായിരിക്കും. ഇങ്ങനെ വ്യത്യാസം വരുന്നതിന് കാരണം എന്താണ്? സൂര്യൻ്റെ ഈ ഒരു അയനമാണ്, ആപേക്ഷിക അയനമാണ്. ഇതിനനുസൃതമായി നമ്മൾ പറഞ്ഞു ദിനരാത്രങ്ങളിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു, ദിനരാത്ര ദൈർഘ്യത്തിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണ്? അതിലൊന്നാമത്തേതാണ് വിഷുവം അഥവാ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. വിഷുവം. അപ്പോൾ ഇവിടെ വിഷുവത്തിൻ്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മാർച്ച് 21, സെപ്റ്റംബർ 23. ഇവിടെ 2 ഡേറ്റുകളും തന്നിട്ടുണ്ട്, മാർച്ച് 21, സെപ്റ്റംബർ 23. അപ്പോൾ മാർച്ച് 21 എന്തൊക്കെയാണ്? അതുപോലെ നേരത്തെ പോലെ നമ്മുടെ ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ ഇങ്ങനെ ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, താഴേക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഇനി സൂര്യരശ്മികൾ ഏത് അക്ഷാംശ രേഖയിലാണ് ലംബമായി പതിക്കുന്നത്? അപ്പോൾ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത് ഏത് അക്ഷാംശ രേഖയിലാണ്? ഉത്തരായന രേഖയിലാണ്. അതായത് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, താഴേക്ക് നമുക്ക് നോക്കാം. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21 സെപ്റ്റംബർ 23 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ എന്താണ്? ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21 സെപ്റ്റംബർ 23 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സമരാത്ര ദിനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21 സെപ്റ്റംബർ 23 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. മാർച്ച് 21 വസന്ത വിഷുവം അഥവാ സ്പ്രിംഗ് ഇക്വിനോക്സും സെപ്റ്റംബർ 23 ശരത്
ശരത്ത് വിഷുവം അഥവാ നമ്മുടെ ഓട്ടംനൽ എക്വിനോക്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ശരത്ത് വിഷുവമുണ്ട്, അതുപോലെ വസന്ത വിഷുവമുണ്ട്. അപ്പോൾ ശരത്ത് വിഷുവം എന്നാണ് സെപ്റ്റംബർ 23-നാണെങ്കിൽ മാർച്ച് 21-ന് വസന്ത വിഷുവം ആയിരിക്കും. ഇനി വിഷുവ ദിനങ്ങളിൽ ഭൂമിയുടെ സ്ഥാനം തിരിച്ചറിയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ സൂര്യരശ്മികൾ ഏത് അക്ഷാംശ രേഖയിലാണ് ലംബമായി പതിക്കുന്നത്? സൂര്യരശ്മികൾ 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖയിലാണ് ലംബമായി പതിക്കുന്നത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ്, ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും. ഇനി മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രദേശത്തെ പകലിൻ്റെ ദൈർഘ്യം കലണ്ടറിലെ ഉദയാസ്തമയ സമയത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇതിൻ്റെ പകുതി ക്ലാസ് നമുക്ക് ഇന്നിവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത പകുതി നമ്മൾ അടുത്ത ദിവസം നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.